മുട്ടുവേദനയാണോ? മുട്ടുവേദനയ്ക്ക് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ? അല്ലെങ്കിൽ മുട്ടുവേദന എന്തുകൊണ്ട് ഇത്ര നേരത്തെ വന്നു? ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണോ? മുട്ടുവേദന ഓപ്പറേഷൻ ഇല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഇത്ര നേരത്തെ എല്ലാവർക്കും ഇപ്പോൾ മുട്ടുവേദന വരുന്നത്? പണ്ട് ഒരു 60 വയസ്സിന് ശേഷമുള്ളത് ഇപ്പോൾ എന്തുകൊണ്ട് ഒരു 30-40 മുട്ടുവേദന വരുന്നു? ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഫാസില ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുട്ടുവേദനയെക്കുറിച്ചാണ്. മുട്ടുവേദന കാരണം പലരും ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടിലായിരിക്കും. നിങ്ങളെ വീട്ടിൽ ഒരാൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ അവരുടെ നടത്തത്തിൽ തന്നെ നിങ്ങൾ വിചാരിക്കും പണ്ടേ കാണുന്ന തൊട്ട് തന്നെ അവരെ നടത്തം അങ്ങനെയാണ്. അങ്ങനെയൊന്നും ആവില്ല. അവർ വേദന കാരണം അവരുടെ നടത്തത്തിൻ്റെ പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടാവും. ഒരു കാല് വലിഞ്ഞിട്ട് അല്ലെങ്കിൽ കാല് വളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവർ പലപ്പോഴും നിങ്ങളുടെ ഉമ്മയായാലും ഉപ്പയായാലും മുകളിലത്തെ നിലയിലോട്ട് നിങ്ങളുടെ, അതായത് നിങ്ങളിപ്പോൾ ഒരു മകനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് കാണാൻ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഒന്ന് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. രാവിലെ എണീറ്റ് കാല് ഭയങ്കര വേദനയായിരിക്കും, കനമായിരിക്കും. ഇത്തരത്തിൽ പലതരം, അതായത് നമ്മളൊരു പരിപാടിക്ക് പോകാൻ പോലും നല്ല ടൂർ പോകാൻ ഇഷ്ടമുള്ളവരായിരിക്കും, ഫംഗ്ഷന് പോകാനുള്ള ഇഷ്ടമുള്ള, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്താ ഈ മുട്ടുവേദന കാരണം. അത് ഇത്രയും നേരത്തെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മളെ പാരൻസിനാണ് ഇപ്പോൾ ഒരു 50-60, പക്ഷെ അതല്ല, പല 40 വയസ്സുള്ള ആൾക്കാർക്കും നിങ്ങൾക്ക് 40 വയസ്സാണോ, നിങ്ങൾക്ക് ചെറിയൊരു മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? രാവിലെ എണീക്കുമ്പോൾ മുട്ടിനൊരു പിടുത്തം, അല്ലെങ്കിൽ കുറേ നേരം എന്തെങ്കിലും ഒരു കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു മുട്ടുവേദന, ഇതൊക്കെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുമോ? ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒരു വലിയ മുട്ടുവേദന, അതായത് ഒട്ടും നടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സർജറിക്ക് വേണ്ട അത്രയും തോതിലുള്ള ഒരു മുട്ടുവേദന ആവാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അതിനു മുമ്പ് നമുക്ക് ആദ്യം എന്ത് പറയണം, എന്താണ് മുട്ട്? അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടോ? ഇതാണ് ശരിക്കും നമ്മളെ മുട്ടിലെ, അതായത് നമ്മളെ തൊലിക്കകത്തൊക്കെ ഇരിക്കുന്ന മുട്ടിനെ കുറിച്ച് പറയുന്നത്. ഇതാണ് നമ്മുടെ തുടയുള്ളത്. പിന്നുള്ളത് 2 എല്ലും കൂടെ ഉണ്ട്. ഈ 3 എല്ലും കൂടെ കൂടിയതാണ് നമ്മളെ മുട്ട് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല ഉള്ളത്, പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിരട്ട മാറ്റി വയ്ക്കാന്നൊക്കെ കേട്ടില്ലേ, അതാണ്. ഇവിടെ ഒരു എല്ലും കൂടെ ഉണ്ട്, അത് ഇതുമായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. അതായത് ഇത് വലിയ എല്ലുകൾ 3 പിന്നെ ചെറിയ ഒരു പറ്റല്ല നമ്മൾ പറയാം ചിരട്ട. ഇതൊക്കെ ഇതിൻ്റെ പുറത്ത് കുറേ ലിഗമെൻസും കുറേ മസിൽസും എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ മുട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലരും വരുന്നത് ഡോക്ടറെ മുട്ടുവേദനയാണ്, തേയ്മാനാണെന്ന് തോന്നുന്നതാണ്. എപ്പോഴും മുട്ടുവേദന വരുന്നത് തേയ്മാനൊന്നുമല്ല. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലും നമുക്ക് എന്തുണ്ടാവും? മുട്ടുവേദന ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ കാരണത്താൽ നമുക്ക് മുട്ടുവേദന ഉണ്ടാവും അത് നമുക്ക് പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന പോലെ തേയ്മാനം കാരണം. അത് പൊതുവേ കുറച്ച് വയസ്സ് കൂടിക്കഴിഞ്ഞാൽ, അത് എന്താണെന്നുണ്ടെങ്കിലും നമ്മളൊരു വണ്ടിയുടെ ഒരു കാറിൻ്റെ വീലെടുക്കുക, അത് നമ്മൾ കുറേ ഓടിക്കഴിഞ്ഞാൽ എന്തായാലും തേയും. അതേപോലെ മുട്ടും കുറച്ച് കഴിഞ്ഞാൽ, മുട്ടല്ല, ഇതിൻ്റെ ഇടയിൽ കാർട്ടിലേജ് എന്ന് പറഞ്ഞ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇവിടെ കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഇതാണ് തേയുന്നത്. ആക്ച്വലി നിങ്ങൾക്കൊരു വേദന വരുന്നതിന് മുമ്പ്, അതാണ് ഞാൻ ഈ 40 വയസ്സുള്ളവർക്ക് നിങ്ങൾക്ക് ചെറിയ മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഉണ്ടോ എന്നൊരു സംശയം, എന്ന മുട്ടുവേദന ഇല്ല, അവരുടെയൊക്കെ കാർട്ടിലേജ് അതൊരു ഷോക്ക് അബ്സോർബറാണ്. ഇതിന് വേദനയൊന്നുമില്ല. സത്യത്തിൽ ഈ കാർട്ടിലേജിൽ നെർവോ ബ്ലഡ് വെസൽസോ ഒന്നുമില്ല. ഇത് നമ്മളൊരു പെയിൻ കില്ലർ കഴിച്ചിട്ട് സത്യത്തിൽ ഇതിനൊരു ഉപകാരം വരുന്നില്ല. കാരണം ഇതിന് വേദനയില്ല. ഇത് പോകുമ്പോൾ നമ്മളുടെ എല്ലുകൾ തമ്മിൽ കൂട്ടിയുരസും, ഇതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി നീര് കെട്ടും. അതൊക്കെ കാരണമാണ് നമുക്ക് ശരിക്കും വേദന വരുന്നത്. പക്ഷേ ഈ കുഷൻ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ നീല കളർ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമുക്ക്, ഇത് നഷ്ടപ്പെടുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ കാരണത്താൽ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ തേയ്മാനം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ എല്ലാവരും, ഞാനടക്കമുള്ള പണ്ടത്തെ നമ്മളുടെ ഉമ്മമാർ ഇപ്പമാർ അല്ലെങ്കിൽ നമ്മളെ വല്യമാർ, അവരത്രയൊന്നും നമ്മളാരും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓഫീസ് ജോലി അല്ലെങ്കിൽ ഒരു IT ജോബ് ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഒട്ടും എക്സസൈസും ഒന്നുമില്ല. അപ്പം നമ്മളെ മസിൽസൊക്കെ വീക്കായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും മുട്ടുവേദന വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുട്ബോൾ കളിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയിട്ടോ മുട്ടിയിട്ടോ വീണിട്ടോ ഒക്കെ നമുക്ക് അതിൻ്റെ ഇത് കാരണം അവിടെ ഒരു മുറിവ് വന്നിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു ഇഞ്ചറി വന്നിട്ട് നമുക്കൊരു മുട്ടുവേദന ഉണ്ടാകും. ഇത് 3 കാരണം. പിന്നെ ഉള്ളത് വാദം കാരണം. പലപ്പോഴും മുട്ടുവേദന, തേയ്മാനം കുറച്ചുള്ളൂ, പക്ഷെ മുട്ടുവേദന വളരെ കഠിനമായിട്ടായിരിക്കും. രാവിലെയൊക്കെ 1 മണിക്കൂറൊക്കെ ആയിരിക്കും വേദനയും മുട്ടനക്കാൻ പറ്റാത്തതൊക്കെ. ഇത് മിക്കവാറും വാദം
വാദമായിരിക്കും. അപ്പോൾ നാലാമത്തേത് വാദം. ഇതൊന്നും കൂടാതെ പല ഹോർമോൺസിൻ്റെ, പല വൈറ്റമിൻസിൻ്റെ ഒക്കെ കാരണം, അതിൻ്റെ കുറവൊക്കെ കാരണം നമുക്ക് ഉണ്ടാവും മുട്ടുവേദന ഉണ്ടാവും. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം മാത്രം പല ആൾക്കാർക്കും മുട്ടുവേദനയും കൂടാതെ നടുവേദനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടും മാറാത്ത, എന്നാൽ നമുക്ക് അത്ര പ്രായമായിട്ടില്ല, അതായത് വൈറ്റമിൻ ഡി കുറവ് കാരണം ഒരു 30 ആയിട്ടില്ല, 30 വയസ്സായിട്ടില്ല, ടോയ്ലറ്റിൽ ഇരുന്നാൽ എണീക്കാൻ വയ്യ, കാരണം മുട്ട് മടങ്ങണില്ല, ഇരിക്കാൻ വയ്യ, വേറെ ഒരു പ്രശ്നമില്ല, തേയ്മാനം ഒന്നുമില്ല, അതിനുള്ള പ്രായമായി വരുന്നേ ഉള്ളൂ. വൈറ്റമിൻ ഡി നോക്കിയപ്പോൾ 9. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മൾ അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറെ കാണിക്കണം. വൈറ്റമിൻ ഡി കുറഞ്ഞാലും ഉണ്ടാവും. പിന്നുള്ളത് തൈറോയിഡ്. ആ തൈറോയിഡിന് കാരണം ഞാൻ വേറൊരു കേസ് പറഞ്ഞുതരാം. എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു 35-36 ഏജുള്ള ഒരു പുരുഷനാണ്. കാര്യമായിട്ട് ഒരു ഓഫീസ് ജോബൊക്കെയാണ്. ആൾക്ക് അത്യാവശ്യമായിട്ട് സ്ട്രെസ്സും അതൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് തൈറോയിഡ് ചെറുതായിട്ട് ഉണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒരു ബോർഡറിൽ 5 ഒക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മുട്ടുവേദനയും കൂടാതെ വേറൊക്കെ ജോയിൻസിലൊക്കെ ഉണ്ട്. യൂറിക് ആസിഡ് ഒക്കെ നോക്കി അതൊക്കെ നോർമലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തൈറോയിഡ് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്താലോ. തൈറോയിഡ് 17. അപ്പം ഞാൻ തൈറോയിഡിന് മെഡിസിൻ കൊടുത്തു. ഒരു മാസം കഴിഞ്ഞ് എനിക്ക് തൈറോയിഡ് 11 ആയി. അപ്പോഴേക്കും മുട്ടുവേദന കുറഞ്ഞു. അപ്പോൾ തൈറോയിഡ് കാരണം. പിന്നെ നമുക്ക് അമിതഭാരം. ഞാൻ പറഞ്ഞത് അമിതഭാരം കാരണം നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാവും, വേറൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ മുട്ടിരിക്കുന്നത്, ഈ മുട്ടിൻ്റെ മേലെയാണ് നമ്മളെ ശരീരം ഇരിക്കുന്നത്. നമ്മൾ ഇത് ഇത്രയും തടിയുള്ളല്ലോ നമ്മളെ ഈ എല്ലുള്ളത്, ഇതിൻ്റെ മുകളിലാണല്ലോ നമ്മളെ ഭാരം ഫുള്ളിരിക്കുന്നത്. നിങ്ങളൊരു വടി എടുത്തു, അതിൻ്റെ പുറത്ത് ഒരു സ്റ്റാൻഡുള്ള ഒരു ഇതായിരിക്കും, അതിൻ്റെ പുറത്ത് നിങ്ങൾ 10 കിലോ വെച്ചു, ഒന്നിൻ്റെ പുറത്ത് ഒരു 40 കിലോ വെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ 10 കിലോ വെച്ചതാണോ അതോ 40 കിലോ വെച്ചതാണോ പൊട്ട്, അത് തന്നെയാണ് ഒബിസിറ്റി അല്ലെങ്കിൽ അമിതഭാരം ഉണ്ടാവുന്ന ഒരാളുടെ മുട്ടിന് സംഭവിക്കുന്ന അത്രയും ഭാരം അത് താങ്ങണം. അതായത് ഈ എല്ലുകളാണ്, അല്ലെങ്കിൽ ഈ എല്ലും മസിലും ഒക്കെ കൂടിയിട്ട് നമുക്ക് എത്രയും ഭാരം ഉണ്ടോ ഇതിനൊരു പരിധി ഉണ്ട്. അപ്പോൾ അത് അത്രയും ഭാരം വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ കൂടുതൽ തേയ്മാനം എല്ലാം വരും അത് കാരണം. അപ്പോൾ ഇത്രയൊക്കെ കാരണം കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുട്ടുവേദന വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മുട്ടുവേദനയ്ക്കും സർജറിയുടെ ആവശ്യമില്ല. നമുക്ക് തേയ്മാനം അത്രയൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഇഞ്ചുറിയൊക്കെ ഉണ്ടെങ്കിൽ സർജറിയുടെ ആവശ്യമുള്ളൂ. ബാക്കി പല മുട്ടുവേദനകളും നമുക്കിവിടെ വരുന്ന പല പേഷ്യൻസിനും നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. അപ്പം നമ്മൾ ആ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു വേദന സംഹാരി കഴിച്ചു, അപ്പോൾ ആ ജസ്റ്റ് ഒരു വേദനയാണ് മാറുന്നത്. പ്രത്യേകിച്ച് ഞാൻ ചെറുപ്പക്കാരോട്, അതായത് എൻ്റെ ഏജിലുള്ളതായാലും അല്ലെങ്കിൽ എന്നെക്കാട്ടിലും കുറച്ച് കൂടി, അതായത് ഒരു 40 വയസ്സുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു മുട്ടുവേദന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വേദന സംഹാരി കഴിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളെ കാർട്ടിലേജ് ഇപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നശിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ വേദനയൊക്കെ മാറും എന്തെങ്കിലുമൊക്കെ. അല്ലാതെ നിങ്ങൾ കുറച്ച് എക്സസൈസ് അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് അല്ലാതെ കുറച്ച് ആയാസമുള്ള എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മുട്ടുവേദന അല്ലെങ്കിൽ അത്രയൊക്കെ മുട്ടിന് ഭയങ്കര ക്ഷീണം, മുട്ടിന് എന്തെങ്കിലും നീര് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് കുറച്ചൊക്കെ ചൂടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ കാര്യമല്ല. ഭാവിയിൽ നിങ്ങൾക്ക് മുട്ടുവേദന നന്നായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അപ്പോൾ നമുക്കിനി പറയാൻ പോകുന്നത് മുട്ടുവേദന എന്തുകൊണ്ട് നമ്മൾ ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞതിന് കാരണം, മുട്ടുവേദന ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫ് തന്നെ മാറും. അതായത് നമ്മൾ ഒരു പാരൻസിന് പേരക്കുട്ടികളെ എടുക്കാൻ പറ്റില്ല, ഫംഗ്ഷന് പോകില്ല, അപ്പോൾ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുട്ടുവേദന കാരണം ഞാൻ പറഞ്ഞാൽ കാർട്ടിലേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. കാരണം ചെറുപ്പക്കാരിൽ മുട്ടുവേദന വരാൻ കാരണം ഈ കാർട്ടിലേജ് നശിക്കുന്നത് കൊണ്ടാണ്. എന്താണ് സംഭവിക്കുന്നത്, ഈ കാർട്ടിലേജിൽ വെള്ളം കുറയുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതായത് ഒരു വെള്ളം. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വിജാഗിരി എന്നൊക്കെ പറയുന്നുണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ എന്താണെന്ന് പറയില്ല, ഒന്നുമില്ല, നമ്മൾ ഡോർ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഇങ്ങനെ വളയണമല്ലോ. അപ്പോൾ ആ ഡോറ് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ടൈറ്റായൊരു ഡോറാണ്. ആ ഡോറിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഗ്രീസോ അല്ലെങ്കിൽ കുറച്ച് ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതേപോലെ തന്നെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ബോഡിയിൽ എല്ലാ ജോയിൻസിൻ്റെ ഇടയിലും ഇതുണ്ട്. ഇത് നമ്മളുടെ മുട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാ ജോയിൻസിൻ്റെ ഇടയിലും വേണം. അപ്പോൾ അത് കുറയും. അത് കുറവ് കാരണം, അല്ലെങ്കിൽ എന്താണ് കാർട്ടിലേജിന് തേയ്മാനം വരാൻ കാരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, കാർട്ടിലേജിൽ ഉള്ള ഡീഹൈഡ്രേഷൻ എന്ന് പറയും, അതിലുള്ള വെള്ളത്തിൻ്റെ കുറവ്. പിന്നെ ഒട്ടും എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് മസിൽസ് വീക്കായിരിക്കും ഇവിടെ. അതായത് ഈ മസിൽസ് നമ്മൾ
വലിച്ച് മുറുക്കി കെട്ടാൻ, അതായത് നമ്മളിത് ഫുള്ള് ഹെൽപ്പ് ചെയ്യണത് എന്താണ്, ഈ മസിൽസ് വെച്ചാണ് ഈ എല്ലൊക്കെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മസിൽസ് വളരെ, ഞാൻ പറഞ്ഞുതരാം, നമ്മളൊരു സാധനം, എന്തെങ്കിലും ഒരു സാധനം തൂക്കിയിടാണ്, അത് നമ്മളിങ്ങനെ പൊട്ടാറായി അല്ലെങ്കിൽ ഒരു ലൂസായിട്ടുള്ള കയറ് വെച്ച് കെട്ടിയാലാണോ, അതല്ലെങ്കിൽ നല്ലൊരു ടൈറ്റാക്കി വെച്ചാലാണോ അത് പിടിച്ച് നിൽക്കുക? ടൈറ്റാക്കി വെച്ചാലല്ല. അത് തന്നെയാണ്, നല്ല സ്ട്രെങ്ത് ഉള്ള നല്ലൊരു ബലമുള്ള ഒരു മസിലാണെന്നുണ്ടെങ്കിൽ ആ ജോയിൻറ്റ്സ് ഒക്കെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. സ്റ്റിഫായി മീൻസ് ആ പാകത്തിന്, അതായത് എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നിൽക്കുക. അപ്പോൾ നിങ്ങൾ മസിൽസിന് ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ് എത്രയും നേരത്തെ എന്ത് വരുന്നത്. പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ്. അപ്പോൾ നിങ്ങളൊരു ചെറുപ്പക്കാരാണ്, അല്ലെങ്കിൽ ചെറിയ മുട്ടുവേദന വരാനുള്ള ചാൻസ്, ആരാണെങ്കിലും മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ കുറച്ച് പ്രായമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എക്സ്റേ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ESR നോക്കുക, CRP നോക്കുക, യൂറിക് ആസിഡ് നോക്കുക, ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ തൈറോയിഡ് നോക്കുക. ഇതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാണ്ട് നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ഇപ്പോൾ യൂറിക് ആസിഡൊക്കെ കാരണം ചെറിയ മുട്ടുവേദന ഉണ്ടെങ്കിൽ, ഞാൻ നേരത്തെ വിട്ടുപോയതാണ്, പിന്നെ ഒരു തരത്തിലുള്ള മുട്ടുവേദനയാണ് യൂറിക് ആസിഡ് മുട്ടിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തത് കാരണമുള്ള ഗൗട്ട് എന്ന് പറഞ്ഞുള്ള മുട്ടുവേദന നമുക്കുണ്ടാവും. ഇത്തരത്തിലുള്ള നമ്മൾ ഇതിന് ചെറുതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് ഇൻഫ്ലമേഷൻ കാരണം അവിടെ ഒരു ഇൻഫെക്ഷൻ വരും. ആ ഇൻഫെക്ഷൻ കാരണം നിങ്ങളുടെ ആ സൈനോവിയൽ ഫ്ലൂയിഡിലൊക്കെ മാറ്റം വന്നിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ മുട്ടുവേദന വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ കാർട്ടിലേജ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ എല്ലും തമ്മിൽ കൂട്ടി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു കുത്തുന്ന ടൈപ്പ് വേദനയാണ് ഉണ്ടാവുക. പിന്നെ അല്ലെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ, ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു വെള്ളം ഉണ്ടാവും, ഇതിൽ കാണുന്നില്ല. അപ്പോൾ ആ വെള്ളത്തിലോട്ട് അല്ലെങ്കിൽ ഇതിന് ചുറ്റും ഒരു കവറിങ് ഒക്കെ ഉണ്ട്. ആ കവറിങ്ങിലോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഈ കാർട്ടിലേജിൻ്റെ ഒരു പൊട്ട് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അതൊരു അണുവായിട്ടാണ് നമ്മളെ ബോഡി കാണുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരണു നമ്മളെ ബോഡിയിലോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ഇൻഫെക്ഷൻ വന്ന് അവിടെ നീര് വന്ന് ഒരു എഡിമ വരും, അതായത് ഒരു നീര് വരും. ആ നീര് വരുമ്പോൾ നമുക്ക് വേദന വരും. പിന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മളുടെ കാർട്ടിലേജിന് ഇത് കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഈ കാർട്ടിലേജിൻ്റെ ആ സോഫ്റ്റ്നെസ് കാരണം നമുക്ക് എന്തെങ്കിലും സൈനോവിയൽ ഫ്ലൂയിഡ്, അതായത് ഞാൻ പറഞ്ഞ ഈ വെള്ളം കുറച്ച് നല്ല ഏത് അനുപാതത്തിലാണോ വെള്ളം വേണ്ടത്, എത്ര കട്ടിയാണോ ആ കറക്റ്റായിട്ടാണ് വരിക. പക്ഷേ ഈ കാർട്ടിലേജിൻ്റെ പുറം ഒരു റഫായിട്ടുള്ള കുറച്ച് പരിപ്പായി കഴിഞ്ഞാൽ ഈ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ എത്ര കട്ടിയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കട്ടിയൊക്കെ കുറഞ്ഞ് സൈനോവിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ വെള്ളത്തിന് മാറ്റം വരും. ഇത് മുട്ടുവേദനക്ക് കാരണമാകും. അപ്പോൾ നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. എന്തുകൊണ്ടാണ് മുട്ടുവേദന എന്നറിയാം, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അല്ലാണ്ട് സർജറി മാത്രമല്ല ഓപ്ഷൻസ്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യാം, വീട്ടിൽ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എക്സസൈസ് പറയാം. എക്സസൈസ് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നിങ്ങളുടെ കട്ടിൽ കിടക്കാം. കട്ടിൽ കിടന്നിട്ട് എന്ത് ചെയ്യുക, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങളുടെ ഒരു കാലിനടിയിൽ ഒരു ടവലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്ഷീറ്റ് ചുരുട്ടിയോ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കാല്, അതായത് ഇത് നിങ്ങളുടെ കാലാണ്, നിങ്ങൾ മുട്ടാന്ന് വെച്ചോളൂ. ഇവിടെ നമ്മൾ ബെഡ്ഷീറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ അമർത്തുക. ഇതിങ്ങനെ അമർത്തുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞു ഈ തൊടയാണ് ഇത് മെയിനായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ തൊടയുള്ള മസിൽസാണ് നിങ്ങൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. തൊടയുടെ മസിൽസിന് ബലം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എക്സസൈസ്, അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, നിങ്ങളൊരു 10 സെക്കൻഡ് ഇങ്ങനെ അമർത്തി വെക്കുക. അങ്ങനെ നിങ്ങൾ ഒരു സമയം ചെയ്യുമ്പോൾ ഒരു 10 തവണ ഇതേപോലെ 10 വരെ എണ്ണിയിട്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരു ദിവസം 2-3 തവണ ചെയ്യുക. ഇനി അടുത്ത എക്സസൈസ് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചുമരിൽ പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ ഒരു ടേബിളിൽ പിടിച്ച് നിൽക്കുകയോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിരലിൽ നിൽക്കുക, നിങ്ങളുടെ ഉപ്പൂറ്റി പൊക്കി, അതായത് നിങ്ങളുടെ കാലിൻ്റെ ബാക്ക് ഭാഗം പൊക്കിയിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിൽക്കുക. ഇങ്ങനെ ഒരു 5 സെക്കൻഡ് നിൽക്കുക. വീണ്ടും തറയിലോട്ട് കാല് നോർമലായിട്ട് വെക്കുക. ഇതുപോലെ ഒരു 5-6 ഒരു 5 തവണയെങ്കിലും ചെയ്യുക. ഇതൊരു ദിവസം 1-2 തവണ ചെയ്യുക. ഇനി നിങ്ങൾ ഓഫീസിലിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ ഓഫീസിലായി പോലും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കാല് പതിയെ പൊക്കിയിട്ട് ആ ചെയറിൻ്റെ അതേ പൊക്കത്തിൽ അത് കുറച്ച് നേരം വെക്കുക. ഈ ചിത്രത്തിലുള്ള പോലെ പൊക്കിയിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 10 വരെ എണ്ണുക. എന്നിട്ട് 10 വരെ എണ്ണിയിട്ട് പതിയെ കാല് താത്ത. ഇതേപോലെ ഒരു 10 തവണ ചെയ്യുക. ഒരു ദിവസം 2-3 തവണ ഇതും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞു, ആ കിടന്ന് പില്ലോക്ക് പകരം നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു
ടവൽ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ്, അതിന് പകരം നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടി കട്ടിയില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 2 പില്ലോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പില്ലോ മടക്കിയിട്ടോ നിങ്ങളുടെ കാലിനടിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കാല് പതിയെ പൊക്കിയിട്ട് ഇങ്ങനെ, അതായത് നിങ്ങളുടെ കാലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ കാല് ഒരു 10 സെക്കൻഡ് വെക്കുക, അതായത് 10 വരെ എണ്ണിയിട്ട് വെക്കുക. ഈ എക്സസൈസും എന്ത് ചെയ്യുക, ചെയ്യുമ്പോൾ ഒരു 10 തവണ ചെയ്യുക, ഇതും 2 തവണ ചെയ്യുക. അതായത് ഈ 4 എക്സസൈസ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഏത് പ്രായമുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മുട്ടുവേദന എന്ന് വെച്ചിട്ട് ഒട്ടും നടക്കാതിരിക്കുക. നമ്മൾ നടക്കാതിരുന്ന് കഴിഞ്ഞാൽ, നമ്മൾ നടക്കുമ്പോഴൊക്കെയാണ് നമ്മളുടെ ഈ വെള്ളം, അതായത് നമ്മൾ ഈ ഗ്രീസ് ഓയിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് വരുന്നത്. ഗ്രീസ് ഓയിലല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം, ഇത് കറക്റ്റായിട്ട് വരുന്നത്. നമ്മൾ ഒട്ടും നടന്നിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് ഇത് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒട്ടും നടക്കാത്തവർ നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ വേദന എന്നല്ലേ പറയാറ്. അപ്പോൾ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് നടക്കുക, അല്ലാതെ ഈ കോണി അല്ലെങ്കിൽ പടികളൊന്നും കയറി പോകണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പം നടക്കുക, കുറച്ചൊക്കെ നടക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നടക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളിപ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലും തട്ടോ മുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തണുപ്പ് പിടിക്കുക അല്ലെങ്കിൽ ഐസ് ബാഗ് പിടിക്കുകയൊക്കെ വേണ്ടത്. അല്ലാണ്ട് ഈ വാദം, തേയ്മാനം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണുപ്പ് നിങ്ങൾക്ക് പറ്റില്ല, ചൂടായിരിക്കും. തണുത്ത കാലാവസ്ഥ ആയ വാദമൊക്കെ കൂടും, നിങ്ങൾക്ക് അറിയണ കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഒരു ഹോട്ട് ബാഗോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, ഈ വേദനയുള്ള ഭാഗത്ത് വെക്കുക. ഈ നീർക്കെട്ടും ഈ വേദനയൊക്കെ ഒരു പരിധി വരെ കുറക്കാനും നമ്മൾ സൈനോവിയൽ ഫ്ലൂയിഡൊക്കെ ഒന്ന് റെഡി ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതെന്ന് വെച്ചാൽ, നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് എരുക്ക്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല. നമ്മൾ ഹോമിയോപ്പതിയിലും അതിൽ നിന്ന് ഉണ്ടാക്കുന്ന മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പലരും പരീക്ഷിച്ച് നോക്കിയതായിരിക്കും. എൻ്റെ പല പേഷ്യൻസിനും ടെസ്റ്റ് ചെയ്ത്, അതായത് പേഷ്യൻസ് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറയുമ്പോൾ, കാരണം നമുക്ക് അതേ കണ്ടന്റുള്ള മെഡിസിൻസും ഹോമിയോപ്പതിയിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എരുക്കെടുക്കുക. എരുക്കിൻ്റെ 3 or 4 ഇല എടുത്തിട്ട് നിങ്ങളത് ഒന്ന് ചതയ്ക്കുക അല്ലെങ്കിൽ അരയ്ക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അത് ചൂടാക്കുക. ചെറിയ ചൂട്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ചൂട് വെളിച്ചെണ്ണയിലോട്ട് ഇതാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രിയോ അല്ലെങ്കിൽ രാത്രി പുരട്ടുന്നതാണ് നല്ലത്. രാത്രി ഒരു 10-15 മിനിറ്റോ പുരട്ടുക. ഇത് നിങ്ങളുടെ അവിടെയുള്ള നീർക്കെട്ടും ഈ നീര് വന്നതും അവിടെയുള്ള വേദനയൊക്കെ കുറയ്ക്കാനുള്ള സഹായിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭക്ഷണത്തിൽ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സൈനോവിയൽ ഫ്ലൂയിഡ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെന്താന്ന്. അത് കൂട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അതിനൊരു പാകമുണ്ട്, എല്ലാത്തിനും ഒരു പാകം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തിക്നെസ് ഉണ്ട്, അത് നേരാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, omega-3 അടങ്ങിയ മീൻ ഗുളികകൾ ഉണ്ടാവും. പിന്നെ അയല, മത്തി എന്നുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കുക, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ. പിന്നെ ഫ്ലാക്സീഡിൽ omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഫ്ലാക്സീഡ് പലർക്കും പരിചയമായിരിക്കും. അത് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾ രാവിലെയോ നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണത്തിൽ അത് മിക്സ് ചെയ്യുക, എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, അത് കഴിക്കുക. പിന്നെ പ്രോട്ടീൻ അടങ്ങിയ മുട്ട, കാൽഷ്യം ഇതൊക്കെ കഴിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു പല ഹോർമോൺസിൻ്റെ വ്യതിയാനം കാരണം നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടാവും. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളോടാണ്. പലരും വിചാരിക്കുന്നത് എനിക്ക് വയസ്സായി തേയ്മാനം വന്നുകൊണ്ടാണ് എനിക്ക് മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നിങ്ങളുടെ പീരിയഡ്സ് നിന്നതും നിങ്ങളെ മുട്ടുവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പീരിയഡ്സ് നിൽക്കാനാകുമ്പോഴേക്കും നമുക്ക് ഹോർമോൺസിൽ നല്ല വ്യതിയാനം ഉണ്ടാവും. ഈസ്ട്രോജൻ ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതാണ് സ്ത്രീകളിലെ എല്ലാ കാര്യം, അതായത് സ്ത്രീകളുടെ ശരീരത്തിലെ ഒരു കാര്യസ്ഥനാണ് ഈസ്ട്രോജൻ. ഇതാണ് നമ്മളെ കാൽഷ്യവും വൈറ്റമിൻ ഡി ഒക്കെ വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കാൽഷ്യവും വൈറ്റമിൻ ഡി ഒക്കെ എന്ത് ചെയ്യും, സ്ത്രീകളുടെ ശരീരത്തിൽ കുറവായിരിക്കും. അപ്പോൾ ഇത് കുറയും, അതായത് ഈ ഒരു പ്രായം എത്തുമ്പോഴേക്ക് കുറയും, വലിച്ചെടുക്കും. അത് നമ്മൾ കഴിച്ചാലും അത്രയും വലിച്ചെടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നട്ട്സും ഇതേപോലെ ഫ്ലാക്സീഡും, അതായത് കുറച്ചും കൂടെ അയല, മത്തി എന്നുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്, മീൻ ഗുളികൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കഴിക്കുക. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഇപ്പോഴായിരിക്കും ആലോചിക്കുന്നുണ്ടാവും, ശരിയാണ് എനിക്ക് പീരിയഡ്സ് നിൽക്കാറായപ്പോൾ അല്ലെങ്കിൽ നിന്നപ്പോൾ ആ ഒരു സമയത്താണ് മുട്ടുവേദന കൂടിയത്. കാരണം നിങ്ങളുടെ ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തേയ്മാനം കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നടക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വേദനകളൊക്കെ കൂടുന്നത്. പിന്നെ പൊതുവേ മെനോപോസ് അല്ലെങ്കിൽ പീരിയഡ്സ് നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് വളരെ മൂഡ് സ്വിങ്സും പല പ്രശ്നങ്ങളും ഉണ്ടാവും, ശരീരത്തിന് ചൂട്, അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ പൊതുവേ ഒരു പ്രതിരോധ ശക്തിയും എല്ലാ മാനസികമായിട്ടുള്ള ശക്തികളൊക്കെ പൊതുവെ ഒന്ന് കുറയണ ഒരു സമയം കൂടി ആയിരിക്കും.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളെ മുട്ടുവേദന മാറിയിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ വെച്ച് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും നിങ്ങൾ എക്സസൈസ് ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ അടങ്ങിയിരിക്കുന്ന ഒരു 30 അല്ലെങ്കിൽ ഒരു 40 വയസ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ചെറിയ ജോബ്, അല്ല ഏത് വയസ്സായിക്കോട്ടെ, ഒരു 25 പോലും ഇപ്പം മുട്ടുവേദന കാണിക്കുന്നുണ്ട്. പിന്നെ ഈ മുട്ടുവേദന ചെറിയ കുട്ടികളിലും കാണുന്നുണ്ട് കേട്ടോ. ഈ കാലുവേദന എന്ന് പറയുന്നത് അതൊന്ന് കാൽഷ്യത്തിൻ്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ഗ്രോയിങ് പെയിൻ എന്ന് പറയും, അവരെല്ലൊക്കെ വളരുന്നതിൻ്റെ വേദനയുണ്ടാവും കേട്ടോ. അങ്ങനെ ചെറിയ കുട്ടികളും വരാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നിങ്ങളെ മസിൽസ് സ്ട്രോങ് ആക്കുക, നിങ്ങൾ നല്ല കാൽഷ്യം വൈറ്റമിൻ ഡി ഇറങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ വേദനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മുട്ടുവേദന എന്ന് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാസില ജസാദ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.